ഇതിന്റെ ഉള്ളിലൊരു ഉപ്പുമാങ്ങയൊക്കെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇത് മൊത്തം കണ്ടിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടാന്ന് വിചാരിച്ചു. ഒന്ന് രണ്ടാമത്തെ ലെമൺ ജ്യൂസും കുടിച്ചിട്ട് കണ്ണൂർ എയർപോർട്ടിൽ ഇരിക്കുകയാണ് ഞാൻ. അതായത് എന്നെ ഇന്ന് പിക്ക് ചെയ്യാൻ അക്ഷയാണ് വരുന്നു പറഞ്ഞത്. അവള് സായുജിനെക്കാളും കഷ്ടം. ഒടുവിൽ തുഴഞ്ഞ് അവളിങ്ങ് എത്തി. സന്തോഷം. ഞാൻ ആക്ച്വലി വിചാരിച്ചു നിങ്ങളുടെ ഫ്ലൈറ്റ് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എത്താനും ലേറ്റ് ആവും. ഓടിപ്പിടിക്കുന്ന പോലെ പറഞ്ഞു. ഞാനല്ലല്ലോ ഓടിക്കണത്. ദിലീപ് കൊച്ചി രാജാവില് പറയുന്ന പോലെ ഇത് ഇടയിൽ വന്ന അമ്മാവന്റെ സംഭാവന, ഇത് ഒടുക്കത്തെ ആങ്ങളമാരുടെ സംഭാവന പറയുന്ന പോലെ അക്ഷയുടെ വക ഈ വണ്ടിയിൽ പുതിയ സംഭാവനയാണ് ഇത്. ഇതെന്താടി ആക്രി വണ്ടിയാ? ഇതിന്റെ ഉള്ളിലുള്ള സാധനം കണ്ടത് എന്താ മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവരുന്ന തേങ്ങ ആരാ? നിന്റെ അമ്മയല്ലേ? ഇത് അച്ഛന്റെ ഇളനീർ ശേഖരത്തിൽ. നിന്റെ അച്ഛന്റെ വന്നിറങ്ങുമ്പോഴേക്ക് വിത്ത് ഇളനീര്. ആക്ച്വലി ഇതൊരു സർപ്രൈസ് വരവാ. ഞാനിപ്പോ ഖത്തറിൽ നിന്ന് വരുന്നതോ അക്ഷയുടെ വീട്ടിൽ നിന്ന് വരുന്നതോ എന്റെ വീട്ടിൽ ആർക്കും അറിയില്ല. രാധമോളൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വല്ല സാധ്യത ഉണ്ടേന്ന്. അപ്പൊ നമ്മളൊന്നും ഇല്ല, ഒരു സാധ്യത ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വണ്ടി അക്ഷയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയ് ഇതെടുത്തിട്ട് ഇപ്പൊ പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അവിടെ ആരും ഉണ്ടാവില്ല ചിലപ്പോ. ഞാൻ എല്ലാ സാധ്യതയും കാണുന്നു. ഇന്നൊരു ദിവസം ലീവുള്ള ദിവസമല്ലേ, അപ്പോൾ ഏതും കല്യാണത്തിന് കാണാൻ പോയിട്ടുണ്ടാവും ചിലപ്പോ. അത് വിചാരിച്ചിട്ട് അമ്മ നിങ്ങൾക്ക് പൊതിച്ചോറ് വരെ കെട്ടി തന്നു വിട്ടിട്ടുണ്ട്. അഥവാ പട്ടിണി പോയുള്ള സൂരജ്മോൻ സർപ്രൈസ് തരാൻ വന്നിട്ട് പട്ടിണിയായി പോണ്ടെന്ന് കരുതിയിട്ട് അക്ഷയുടെ സ്നേഹനിധിയായ അമ്മ പുതിച്ചോറൊക്കെ കെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ സർപ്രൈസ് ആയിട്ടാണല്ലോ വീട്ടിൽ പോകണം. അപ്പൊ അമ്മക്ക് അറിയില്ലല്ലോ ഫുഡ് വേണ്ടെന്നുള്ളത്. അതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് പൊതിച്ചോറും മീൻ പൊരിച്ചതും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഏറ്റവും നല്ല സ്ഥലം റോഡ് സൈഡിൽ ഇരുന്നിട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മട്ടന്നൂരിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഇരുന്നിട്ട് കഴിക്കാം. കറിയും സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഞാൻ ആക്ച്വലി നല്ല കുടുംബശ്രീ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാന്ന് വെച്ചാൽ തന്നെയാ. ഞങ്ങളുടെ കുടുംബത്തിലെ ശ്രീയാണത്. അപ്പൊ സെറ്റായില്ലേ? എന്റെ അർമാനി എക്സ്ചേഞ്ച് എന്തെങ്കിലും ആവോ? ശരിയാണല്ലോ, അർമാനി സൂരജ് ആണല്ലോ അല്ലേ? എഴുതുകൊണ്ടായിട്ടെങ്കിലും എന്റെ ഈ സ്നേഹമൊക്കെ മാറും. ഇതിന്റെ ഉള്ളിലൊരു ഉപ്പുമാങ്ങയൊക്കെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കാര്യമെല്ലാം ശരി, സ്നേഹം സ്നേഹം. എന്റെ ഷൂലോ കുപ്പായത്തിലോ അങ്ങനെ ആക്കിയാല് നിങ്ങളുടെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. നല്ലോണം വിശന്നിരിക്കണല്ലോ ഉണ്ണിയെ. അതുകൊണ്ടല്ല എന്നോട് കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം. അതൊക്കെ എന്നിട്ട് നീ എന്തായാലും കഴിക്കുന്ന മൊത്തോ മുള്ളും കൂടി ഉണ്ട്, അങ്ങോട്ട് തിന്നോ. പട്ടിണി കിടക്കായിരുന്നു ഇത്രയും ദിവസം. എന്താ മോനെ. ഇവിടെ നോക്ക്, നന്ദി വീണ്ടും വരിക മട്ടന്നൂർ നഗരസഭ. അപ്പുറത്ത് നോക്ക്, നന്ദി വീണ്ടും വരിക കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ മട്ടന്നൂരും അല്ല നമ്മള്, കീഴല്ലൂരും അല്ല. അതിന് രണ്ടിന് നടുക്ക് ഒരു MVD ഓഫീസിന്റെ നേരെ മുന്നിലേ ഉള്ളത്. ഞങ്ങൾ അങ്ങനെ തുഴഞ്ഞ് ഞങ്ങളെ നാട്ടിലെത്തി. നിങ്ങളെ നാട്ടിനെ തുഴയേണ്ട വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ നാട്ടിലും റോഡ് അടിപൊളിയാ. ഞങ്ങൾ മടമ്പത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയത്. ഇത് ഞങ്ങളുടെ നാടല്ല, ഇത് മടമ്പത്തെ റോഡാണ്. അവരാണ് ഇങ്ങനെ കണ്ടത്. എന്റെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളെ റോഡൊന്നും കണ്ടിട്ടില്ലല്ലോ. സൂപ്പർ. അല്ല, നമ്മളിപ്പോ സർപ്രൈസ് കൊടുക്കാൻ പോകുമ്പോ സർപ്രൈസ് കിട്ടുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവൂടെ? അതിലെനിക്ക് നല്ല സംശയമുണ്ട്. സായുജ് ഇല്ല, സായുജ് വേറെ ഏതോ വഴിക്ക് പോയിട്ടാണുള്ളത്. അച്ഛനും അമ്മയും ചിലപ്പോ വായനശാലയിലോ പറമ്പിലോ. അച്ഛൻ അല്പം മുമ്പ് വയലിൽ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാണുന്നതാണ് ഞങ്ങളുടെ മടമ്പം റെഗുലേറ്റർ കേംബ്രിഡ്ജ്. എപ്പോഴും പറയണമെന്നില്ല. പിന്നെ എല്ലാ തവണയും വരുമ്പോഴും നാട്ടിലെ വിശേഷം കാണിക്കുന്ന പറയുന്നവരെ ഞാൻ പിന്നെ കാണിക്കാം. മറ്റൊരു ക്ലീശ കാഴ്ച, ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. എല്ലാ തവണയും കാണിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ മടമ്പം ടൗൺ. നമ്മള് ലൈം ജ്യൂസും പപ്സും കഴിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവിടെ ഇരിക്കുന്ന കാരണവന്മാര്. ഇത് ഗോപാലേട്ടന്റെ കട, പപ്സും ലൈമും കുടിക്കുന്ന കട. ഇത് മടമ്പം BCM ക്ലബ്ബ്. ഇത് റൊണാൾഡ്. ഫെബ്രുവരി 14 ഇവിടുത്തെ പള്ളിയുടെ പെരുന്നാളാണ്. ഫെബ്രുവരി 14 തോന്നുന്നു, ഫെബ്രുവരി മാസത്തിലാണ്.
അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ട് അവിടെ. സോ എല്ലാ തവണയും നാട്ടിലേക്ക് വരുമ്പം പറയാറുള്ള സെയിം ഇൻട്രോ തന്നെ പുതിയൊരു കുപ്പായത്തിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടിന്റെ മുന്നിൽ എത്തുകയാണ്. കാവില് ഈ ആഴ്ച തെയ്യാട്ടോ. അതാ നിൽക്കുന്ന ഒരാള്, അമ്മ നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്ന, വായി തുറന്ന് വരുന്ന സർപ്രൈസ് തരാൻ വന്നതാ. അപ്പൊ നിങ്ങൾ റോഡിലാണ് നിൽക്കുന്നത്. കാവില് എന്ത് ശുചീകരണം? അവിടെ ശുചീകരിക്കുന്ന അമ്മ എന്തിനാണ് നമ്മളെ റോഡ് അടിച്ചു വരുന്നത്? അടംവരല്ലേ ഉള്ളൂ, അവരടംവര വൃത്തിയാക്കി ശേഷം മൊത്തം ഞാൻ വൃത്തിയാക്കി. ഞാൻ പറയാണ്ട് വന്നതാ. അപ്പൊ റോട്ടുമ്പോ തന്നെ വായി നോക്കിയിരിക്കുന്നു. കാവില് തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. ഈ വീക്കെൻഡില് അവിടെ തെയ്യാണ്. വെല്ലിച്ചനാണ് നടക്കുന്നത്. മയില് കാരണം നിങ്ങളുടെ ഇന്നോവനെ പൊന്നാടിട്ടുണ്ടോ? മയില് കയറിയിരിക്കുന്നുണ്ടാ. മയില് വന്ന് കാഷ്ടിച്ചു. അയ്യോ, അതുകൊണ്ട് ഇന്നോവക്ക് പുതിയൊരു ഉടുപ്പൊക്കെ കിട്ടി. ഇന്നോവ വിത്ത് പൊന്നാട. ശിവക്കുട്ടൻ 2 ചൂലൊക്കെ ആയിട്ട് നിൽക്കുന്ന നോക്ക്. ഓ, ഈ വണ്ടി മുഴുവൻ ലോഡാണ്. വെറുതെ അല്ല, ഈ വണ്ടിക്ക് വലിയാൻ തന്നെ പറ്റുന്നില്ല. ഇത് നിങ്ങൾ ആളെ കൊന്നിട്ട് ചാക്കിലാക്കിയതാണോ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. കൊല എന്ന് പറയുമ്പോ അക്ഷയുടെ വീട്ടിൽ നിന്ന് വാഴക്കൊല, പിന്നെ ഇളനീര്, ചോറ് പൊതിഞ്ഞു കെട്ടിയിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആ വണ്ടി വന്നതെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്. ഹലോ, ഇതാണോ ഭഗവതിയുടെ വെളി വന്നോ? ഭഗവതിയുടെ വെളി വന്നപ്പോ ഇങ്ങനെ വന്നോ? അടിപൊളി ജോറ്. ഇവിടെ ഞങ്ങള് വരുമ്പോ ഇവിടെ എല്ലാരും വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അവധി ദിവസം അല്ലേ എന്നെല്ലാം വെച്ചിട്ട് ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് വന്നത്. അപ്പോഴേക്കും ഇവിടെ ഒരു പട്ടിയില്ല. ഒരാളാണെങ്കിൽ മുറ്റത്ത് ചൂലും എടുത്തിട്ട് നിക്കുന്നത്. കയറി വരുമ്പോ ചൂലും. ഞാൻ കടി വാങ്ങിയില്ല, കൂട്ടിയില്ല. കടിയാ ചായക്ക് കടി വാങ്ങി. നീ വരുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല. ഈ മഴ പെയ്ത സമയത്ത് മഴ പെയ്തപ്പോ പിന്നെ ഇത് മൊത്തം കണ്ടിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടാന്ന് വിചാരിച്ചു. നനഞ്ഞിട്ടുള്ളത് തിരിഞ്ഞില്ല. മഴ പെയ്ത സമയത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ച്. സാധാരണ ചേച്ചി വരുമ്പോഴാണല്ലോ മഴ പെയ്യ. ചേച്ചി വന്നു ഞാൻ അറിഞ്ഞല്ലോ. ഓ, അതാണ് പെയ്യെന്ന് ചോദിച്ചു. മഴ പെയ്യുന്ന സമയത്ത് നിന്നെ പ്രതീക്ഷിച്ചു. അങ്ങനെയാണല്ലോ ചരിത്രം. ചരിത്രം കണ്ടില്ല. അച്ഛൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? അച്ഛൻ പറമ്പിലോ കാട്ടിലോ ഒക്കെ ആയിട്ട് കണ്ടന്റ് തേടി നടക്കുന്നുണ്ടോ? അമ്മ കൂടി ഈ വീട്ടില് കണ്ടന്റ് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ സെറ്റായി. ഇനിയിപ്പോ പേറ്റന്റ് എടുക്കേണ്ടി വരും. തമാശയല്ല. ഇത് എന്റേതാ. അല്ലാണ്ട് ആള് പറയാൻ തുടങ്ങി. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അത് ഇവളാണ് നേരത്തെ പൊളിച്ചത്. ഇന്ന് 27 തീയതി സൂര്യേട്ടൻ വരുന്നുണ്ടാവും പറഞ്ഞു. അതെനിക്കറിയില്ല എന്നറിയാം. ഏച്ചി എന്നിട്ടുണ്ട് നീ അറിഞ്ഞ പോലെ അഭിനയിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നൊന്നും പോവാൻ അറിയാം. എനിക്ക് ക്ഷീണിച്ചില്ല. എനിക്ക് നിങ്ങൾ വന്നത് അറിയാം. പിന്നെ ഞാൻ ആശ്വസിച്ചു. ഇവിടെ വന്നേ പിന്നെ പീടിപ്പടക്കം ചീറ്റിയാലും കൊണ്ടുപോട്ടു. അത് ഇവള് പൊളിച്ചതാണ്. ഇവളുടെ മണ്ടത്തരം കൊണ്ട് പൊളിച്ചു. അതായത് നമ്മൾ അടുത്തുമ്പോഴത്തേക്ക് കോമഡിക്ക് എല്ലാവരും പല വഴിക്ക് പോയിട്ടുണ്ടാവോ, ഒരാൾ ഉണ്ടാവോ. അപ്പൊ എനിക്ക് സംശയം ചേട്ടൻ കൂട്ടി ചെന്നാ ഇവളെ എയർപോർട്ടിൽ വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് വന്നാണ്. നെഗറ്റീവ് അടിച്ചില്ലേ. ഞാൻ ചിലപ്പോ വരുന്നുണ്ടാവില്ല. ഇനി മറ്റേ റംദാ മാസം നോക്കാന്ന് പറഞ്ഞ് ഞാൻ ചെന്ന ഇനി ഏട്ടൻ എന്തായാലും വരില്ലായിരിക്കും വിചാരിച്ചു. ഭഗവതി വിളിച്ചു. ഇനി നമുക്ക് കിടന്നുറങ്ങണത്. അടി അപ്പൊ ഞാനുണ്ടല്ലോ ഇയാളിങ്ങനെ ചോദിച്ചോണ്ടിരുന്നിട്ട് അടുത്തുമ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടാവുണ്ടാവും അങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ 26 റിപ്പബ്ലിക് ഡേ ലീവല്ലേ. അങ്ങനെ എന്നാ പിന്നെ നമുക്ക് സാഹചര്യം വിളിക്കാൻ പറയുന്നത്. സാഹചര്യം വിളിച്ചു. നന്നായില്ലേ ഞാൻ കുടുംബത്തിൽ പോവാന്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കണ്ടിരുന്നോ ഗ്രൂപ്പില്? അതെന്ന് വെച്ചത് നിനക്ക് വല്ല ഈത്തപ്പഴോ സാധനം കാണും വേണമെങ്കിൽ എന്തെല്ലാം വേണ്ട വെച്ചാൽ ലിസ്റ്റ് അയച്ചോന്ന് പറഞ്ഞിട്ട് അയച്ചതാ. അപ്പാണ് ഇവിടെ വിളിച്ചത് ചീത്ത പറഞ്ഞു. അപ്പാണ് നിങ്ങളല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്രയും ദിവസം പറയാണ്ടതാണ്. സർപ്രൈസ് അമ്മക്ക് സർപ്രൈസ് ആ അമ്മക്ക് അടിപൊളി. സർപ്രൈസ് പ്ലാൻ തുടങ്ങി. ഞാൻ ഇന്നലെ ഏട്ടൻ നെഗറ്റീവ് അടിച്ചപ്പോൾ ഞാൻ നിങ്ങൾ വരില്ല. ഞങ്ങൾ അമ്മക്ക് സർപ്രൈസ് ആക്കാൻ പറ്റുമ്പോ അമ്മ റോഡിൽ
ചൂലും പിടിച്ചു. സമഗ്രമായ വികസന പ്രവർത്തനങ്ങളുമായി കൊയിലി പുതിയ ഭഗവത് കാവിലെ അണിയറ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന പൈസ ഇന്ന് കുറെ പൈസ എനിക്ക് കിട്ടുന്നത്. എത്ര പൈസ എനിക്ക് കൊണ്ട് താന്നാല് എവിടെയെങ്കിലൊക്കെ കാര്യമായിട്ട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് വന്നിട്ട് ഇങ്ങനെ ഒന്ന് മേൽനോട്ടം നയിക്കൂലേ, അതുപോലെ ഇങ്ങനെ വരുന്നത്. സോ നമ്മുടെ വീടിന്റെ മുറ്റത്തെ കാവിലെ തെയ്യാണ്. വേണ്ട, അതാണ് നമ്മുടെ വീട്, ഇതാണ് കാവ്. ഓരോ തവണ വരുമ്പോഴും രാജേട്ടനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. രാജേട്ടൻ ഗൾഫിലൊക്കെ വളരെ ഫേമസ് ആണ്. അതെനിക്ക് സത്യമായിട്ട് ഞാൻ വെറുതെ അറിയത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ ആള് മൈൻഡ് ആക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ രാജേട്ടൻ എല്ലാരും ചോദിക്കുന്നുണ്ട്. രാജേട്ടൻ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ ബിസിനസിന്റെ അഹങ്കാരം മൂപ്പർക്കില്ലല്ലോ, കോടിപതിയാണെന്നുള്ളൊരു ഗമയൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഇവിടുത്തെ ഒരു ഗോകുലം ഗോപാലനാ. നല്ല ചോര പോലെ ഉണ്ടല്ലോ. ഇതിൽ പൊട്ടിയതാണല്ലോ. ഇത് എവിടുന്ന പൊറുക്കിട്ട് കൊണ്ടിരുന്നേ? എവിടെയാ രാവിലെ പൊറുക്കാൻ എവിടെയാ പോണ്ടേ? ശ്യാമളേച്ചിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് വണ്ടി കണ്ടില്ലല്ലോ. വണ്ടി ഒന്ന് കുട്ടപ്പനാക്കി കൊണ്ടുവച്ചേക്കാണ്. അതായത് നമ്മൾ സെറാമിക് പ്രോ എന്ന് പറയുന്ന കണ്ണൂരിലെ സ്ഥാപനത്തിൽ നിന്നാണ് വണ്ടിയുടെ സെറാമിക് കോട്ടിങ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 5 വർഷം വാറണ്ടി ഉള്ള സാധനമാണ്. വർഷാവർഷം ടോപ്പപ്പ് ചെയ്യുക, അത് മൊത്തത്തിൽ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ വർഷത്തെ ടോപ്പപ്പ് ഇത് കഴിഞ്ഞ ദിവസം പോയിട്ട് ചെയ്തിട്ട് വന്നേക്കാണ്. സോ വണ്ടിക്ക് സെറാമിക് വർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സെറാമിക് പ്രോനെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. നമ്മുടെ റെഫറൻസും പറഞ്ഞു. കുറേ കാലം കൂടിയിട്ടായാലും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു ഉണ്ണിയപ്പൊക്കെ കഴിച്ചോണ്ടിരിക്കുക. The content creator, the new content creator in town. കണ്ടോ, ഇപ്പൊ ഇൻട്രസ്റ്റിൽ ഒരു മൂവി കണ്ടിട്ട് പരസ്യം കഴിഞ്ഞിട്ട് മൂവി കുളിച്ച് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറിയോ? ഇന്നത്തെ സബ്ജക്ട് എന്താ ഏറ്റവും ലേറ്റസ്റ്റ്? ആരും പറഞ്ഞില്ലല്ലോ. നാളത്തേക്ക് ഉഗ്രം കണ്ടിട്ടുണ്ട്. എന്റെ മോനെ, നാളത്തേക്കൊക്കെ അത് എന്തൊക്കെയാലും രസമുണ്ട് കേട്ടോ. നേരം കൂട്ടാൻ നല്ല മാർഗമാണ്. പക്ഷെ എന്റെ പ്രശ്നം പറഞ്ഞാൽ എന്റെ മറ്റു പണി നിന്ന് പോകുന്നുണ്ട്. മറ്റു പണികൾ എന്തായിട്ട് രസല്ലേ, ഒരു ഓർമ്മയല്ലേ? ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാള് ലൈബ്രറി കൗൺസിലിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. അതിന്റെ പണി ഞാൻ തുടങ്ങിയില്ല. ഒരു പവർ പോയിന്റ് ഉണ്ടാക്കിയെടുക്കണം. ഒരു 2 മണിക്കൂർ മിനിമം എന്റെ അത് പഠിക്കണം. പാർട്ടി വെയറൊക്കെയാണ് വീട്ടിലിട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല സാധനം. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, അങ്ങനെ പഴഞ്ചൊല്ലുണ്ട്. അതിന്റെ അർത്ഥം പണ്ട് പറഞ്ഞു കേട്ടത്, മകരത്തിലാണ് കണ്ടെല്ലാം കൊയ്യുക, ഇവിടെ എല്ലാം മൂർന്ന് ഇടുക. ആ മൂർന്ന കറ്റയും നെല്ലും ഒക്കെ വെള്ളത്തിലാവും. ഇപ്പം തേനങ്കോട്ടൻ നാരായണൻ്റെ അവർ ഇന്ന് മൂർന്നിട്ടിട്ടുണ്ട്. അവരാണെന്ന് കരയുന്നില്ല. വൈകുന്നേരം മൊത്തം നനഞ്ഞു. നമ്മളത് പിന്നെ ഒരാഴ്ച കൂടി കഴിയും തോന്നുന്നു. കുമ്പത്തിൽ മഴ പെയ്താലേ കുപ്പയിലും മാണിക്കും നല്ല ഇഷ്ടംപോലെ ഉണ്ടാവുന്നു. കുമ്പെന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയം. മകരം കഴിഞ്ഞ എനിക്കെന്താ പറയണ്ട, വേറെ മാത്രം എപ്പം മഴ പെയ്താലും കൂട്ടു വേണം. എപ്പം മഴ പെയ്ത് കഴിഞ്ഞാലും കോട്ട് വേണം. ഏത് ജാതി മഴ, ഏത് ജാതി മഴ. ഇതാണ് ഈ രാത്രി മഴ. അടിപൊളി ഒരു മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റി നാട്ടിൽ വന്ന ഉടനെ. മകരത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നാ പറയുന്നത്. ആ പ്രശ്നമുള്ള മഴയാണ് പോലും പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ദിവസം ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള രീതിയിൽ വന്നതാണ്. അതൊക്കെ വളരെ വിജയകരമായി സാധിച്ചതിൻ്റെ സന്തോഷത്തോടെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രെയിമിൽ എടുക്കുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ യൂട്യൂബ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല എടുക്കുക. അത് പക്ഷേ ഒരുപാട് പേരൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ മടുത്തു. അപ്പോൾ യൂട്യൂബിലും ഇടുന്നുണ്ട്. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്.